ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാണ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നല്ല ചൂടപ്പം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. എന്താണ് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് അപ്പം, സാധാ അപ്പവും കിട്ടും, പിന്നെ മസാല അപ്പവും കിട്ടും കേട്ടോ. അതും നല്ല ചൂടോടെ അപ്പം ചുട്ട് കിട്ടുന്ന നല്ല അപ്പമാണ്. അതും നമ്മുടെ ഇലയില്ലേ, ഇത് നമ്മുടെ തേക്കിൻ്റെ ഒക്കെ ഇലയില്ലേ, അങ്ങനത്തെ ഒരു ഇലയിലാണ് കേട്ടോ ആ അപ്പം തരുക അവർ. അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ചട്നി നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ. നല്ല തേങ്ങ ചട്നിയാണ്, പച്ചമുളകൊക്കെ ഇട്ട്. വേറെ എന്താണ് അതിൽ കൂട്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ചൂടപ്പവും ആ ചട്നിയും കൂടെ കഴിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അനുഭവം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ലൈൻ നിന്നിട്ടുണ്ടാവും കേട്ടോ ഈ കടേൻ്റെ ഫ്രണ്ടിൽ. കണ്ടില്ലേ, ആ അപ്പത്തിൽ നിന്നൊക്കെ പുക പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ ഒരു ടേസ്റ്റുള്ള അപ്പം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ ഇവർ 3-4 ചുടുന്നുണ്ട്. എന്നാലേ ഇവർക്ക് തിരക്കിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു മഴ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പോയിട്ട് ഈ ചൂടപ്പം അതിൻ്റെ കൂടെ ആ ചട്നിയൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇതാണ് മസാല അപ്പം. നമ്മുടെ മസാല ദോശയില്ലേ, ഉരുളക്കിഴങ്ങിൻ്റെ മസാല, അത് അപ്പത്തിൻ്റെ മുകളിൽ തേച്ചിട്ട് ചട്നി ഒഴിച്ചിട്ട് തരുന്നതാണ് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ എത്ര സമയം കാത്തു നിന്നാലും നമുക്കത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു സാധാ അപ്പം എന്നിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് വാങ്ങിയത്. ഒന്ന് കഴിച്ചിട്ട് പിന്നെ 2 വാങ്ങിയേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു തമിഴ് കടയിലേക്കാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള സാധനങ്ങളും എല്ലാം കിട്ടും. പിന്നെ ഏകദേശം പറഞ്ഞാൽ നമ്മളെ സൗത്തിലില്ല നമ്മളെ സാധനങ്ങളില്ലേ, പഴം, പപ്പടം, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ കുറേ മലയാളി കടകൾ വേറെ ഉണ്ട്, കേരള സ്റ്റോഴ്സ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് നല്ല ചേമ്പും നേന്ത്രപ്പഴവും അതൊക്കെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ നുറുക്ക്, മിച്ചർ, അതുപോലുള്ള പലഹാരങ്ങളില്ലേ, അങ്ങനെ അതും കുറച്ച് വാങ്ങി. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുതേ.